നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാലയാണ്. വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് നമ്മുടെ പനീർ ബട്ടർ മസാല അല്ലെ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് പനീർ എടുത്തിട്ട് നന്നായിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. ഒരു 2 to 3 minutes സോട്ട് ചെയ്തിട്ട് ആ ബട്ടറിൽ സോട്ട് ചെയ്ത് പനീർ മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ഗ്രാമ്പൂ, 2 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് അതേ പാനിലേക്ക് ഒരു 3 സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതും, ഒരു ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം, ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഈ സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂണോളം ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ ആഡ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടെ ഇതേ മിക്സിലേക്ക് ചേർക്കാം. ചേർത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അടിയിൽ പിടിക്കില്ല, എന്നാലും ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സവാള ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ ഇതൊന്ന് കീപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇത് 3ആണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന മസാല പൗഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് 3ഉം ആഡ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. ഞാനിവിടെ 3 പഴുത്ത തക്കാളിയാണ് എടുത്തത്. പഴുപ്പ് കുറവുള്ള തക്കാളി ആണെങ്കിൽ എണ്ണം കുറയ്ക്കാവുന്നതാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കസൂരി മെത്തിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു പിടിയോളം കസൂരി മെത്തി ആഡ് ചെയ്യുന്നുണ്ട്. പനീർ ബട്ടർ മസാലയ്ക്ക് അതിന്റെ മെയിൻ ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഘടകമാണ് ഈ കസൂരി മെത്തി. അപ്പം അത് ഞാൻ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നല്ലോണം അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ എല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം അതൊന്ന് തണുക്കാൻ വേണ്ടി വേറൊരു പ്ലേറ്റിലേക്ക് പരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഇതാണ് ഇതിന്റെ ഗ്രേവി ആയിട്ട്. പനീർ ബട്ടർ മസാലയുടെ മെയിൻ ഗ്രേവി എന്ന് പറയുന്നത് ഇതാണ്. അത് മിക്സിയിലിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഈ സ്പൈസസ് കുറച്ചുകൂടെ ഇടാം. 2 ഗ്രാമ്പൂ, ഏലക്കായൊക്കെ ഇടുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് സ്പൈസ് മൈൽഡ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്പൈസസ് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഈ പേസ്റ്റിന്റെ കൺസിസ്റ്റൻസി അഥവാ പനീർ ബട്ടർ മസാലയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് പാലാണ്. നമുക്ക് ഫ്രഷ് ക്രീം കയ്യിലുള്ളവരാണെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്യാവുന്നതാണ് തിക്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാലാണ്. 300 ml പാലില് ഒരു 150 ml ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, തിക്നെസ് കൂടുതലാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. അഥവാ കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് പാൽ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഉപ്പും എല്ലാം നോക്കുക. എന്നിട്ട് 2 മിനിറ്റ് നമുക്കത് ഇളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാനിപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ലൂസ് വേണം തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഒരു പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്വീറ്റ് ആണല്ലോ ഫ്ലേവർ. അതിന് വേണ്ടി ഒരു 1/2 സ്പൂണോളം ഞാൻ പഞ്ചസാരയും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്യാം. പനീർ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് അല്ലേ നോക്കി നമ്മളിതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.